സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയ ക്ലാസ് ആണ്. അതായത് കറണ്ട് ഇലക്ട്രിസിറ്റി മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക, എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഫോക്കസ് ഏരിയ പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോക്കസ് ഏരിയയിൽ ആദ്യം പഠിക്കാനുള്ളത് ഓംസ് ലോ ആണ്. പിന്നെ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ പഠിക്കാനുണ്ട്. ദെൻ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, ദെൻ സെൽഫ് EMF ഇന്റേണൽ റെസിസ്റ്റൻസ്, ദെൻ ക്രിച്ച്ഹോഫ്സ് റൂൾസ്, പിന്നെ പഠിക്കാനുള്ള വീസ്റ്റേൺ ബ്രിഡ്ജ് ആണ്. പിന്നെ മീറ്റർ ബ്രിഡ്ജ് പഠിക്കാനുണ്ട്. ദെൻ പൊട്ടൻഷ്യോമീറ്റർ. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ ഈ എല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിയറി ആവശ്യമുണ്ട്, നമുക്ക് പ്രാക്ടിക്കലിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളതാണ് ഓംസ് ലോ ആണ് അല്ലെ. ഓംസ് ലോ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇലക്ട്രിക് കറന്റിന്റെ ബേസിക് ആയിട്ടുള്ള ലോ ആണ് ഓംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. GSO എന്ന് പറഞ്ഞിരിക്കുന്ന ആള് 1828 ഡിസ്കവർ ചെയ്ത ലോ ആണ് ഓംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് കറന്റിന്റെ ബേസിക് ലോ ആണ്. അപ്പൊ എന്താണ് ഈ ലോ പറയുന്നത്? അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഫിസിക്കൽ കണ്ടീഷൻ, ഒരു കണ്ടക്ടറിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ കണ്ടക്ടറിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫിസിക്കൽ കണ്ടീഷൻസ് അവിടെ ടെമ്പറേച്ചർ, അതുപോലെ സ്ട്രെയിൻ പോലെയുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഒരു കണ്ടക്ടർ കൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ, ആ കണ്ടക്ടറിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുന്നത്, അതായത് at constant temperature, the current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. The current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, ആ കണ്ടക്ടറുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് directly proportional to the potential difference between the ends of the conductor. ആ കണ്ടക്ടറിന്റെ രണ്ടിലും പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അപ്പൊ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് എഴുതാം I proportional to V എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് V proportional to I എന്ന് എഴുതാം. ശരി തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതാം V is equal to proportionality sign മാറ്റി V is equal to ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഉപയോഗിച്ചു. ആ കോൺസ്റ്റന്റ് ആണ് R into I എന്ന് എഴുതാം. മനസ്സിലായല്ലോ? R into I എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം V is equal to IR. ഇതാണ് ഓംസ് ലോയുടെ ഇക്വേഷൻ. അപ്പൊ നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇവിടെ ചേർത്തു, R എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ആ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയും കേട്ടോ. R എന്ന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്? റെസിസ്റ്റ് ചെയ്യുക, ആ പേരിൽ തന്നെയാണ്. റെസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒപ്പോസ് ചെയ്യാന്ന് ഒരു മീനിങ് തന്നെയാണ്. അപ്പൊ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു ഡിവൈസിലേക്കാണ് ഇലക്ട്രിക് കറന്റ് പോകുന്നതെങ്കിൽ ആ ഡിവൈസിന് അത്രയും ഇലക്ട്രിക് കറന്റിന്റെ ആവശ്യകത ഉണ്ടായിരിക്കില്ല. മനസ്സിലാവുന്നല്ലോ പറഞ്ഞു. അപ്പൊ അത്ര കറന്റിന്റെ ആവശ്യകത ഇല്ലാത്തപ്പോ അങ്ങോട്ട് ചെല്ലുന്ന കറന്റിനെ ഒപ്പോസ് ചെയ്യണം. അപ്പൊ അത് ഒപ്പോസ് ചെയ്ത് ആ ഡിവൈസിന് ആവശ്യമായിട്ടുള്ള കറന്റ് അവിടെ ചെന്നേച്ചാൽ മതി. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഈ R എന്ന് പറഞ്ഞവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലല്ലോ? അപ്പം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ എബിലിറ്റി ആണ്, കഴിവാണ്. എന്തിനാണ്? ടു ഒപ്പോസ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിനെ ഒപ്പോസ് ചെയ്യാനുള്ള ആ ഒരു കണ്ടക്ടറിന്റെ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ നമ്മൾ ഓംസ് ലോയുടെ ഇക്വേഷൻ എഴുതി. V is equal to IR എന്നാണ് നമ്മൾ എഴുതിയത്. അതിൽ നമുക്ക് R ഇക്വേഷൻ എഴുതാം. R is equal to R അവിടെ നിർത്തി വെച്ച് V by I എന്ന് എഴുതാം. ഇല്ല, R is equal to V by I എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. R is equal to V by I കേട്ടോ. അപ്പൊ ഇതാണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. R is equal to V by I. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓംസ് ലോ പറയുക, അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് R എന്ന് പറഞ്ഞിരിക്കുന്നത്. R എന്ത് പറയും? റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ക്ലിയർ ആയല്ലോ? ഇനി ഈ റെസിസ്റ്റൻസിന് ഒരു യൂണിറ്റ് ഉണ്ട്. എന്താണ്? ഓം ആണ് കേട്ടോ. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓം ആണ്. അത് എഴുതുന്ന സിമ്പിൾ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയാണ് എഴുതുന്നത്. അത് വായിക്കുന്നത് നമ്മൾ ഓം എന്നാണ് വായിക്കുന്നത് കേട്ടോ. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ക്ലിയർ ആയല്ലോ ഓംസ് ലോ? അപ്പൊ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പഠിച്ചു പോവുക കേട്ടോ.
at a constant temperature, the current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. Therefore, V proportional to I എന്ന് എഴുതാം, അല്ലെങ്കിൽ I proportional to V or V proportional to I എന്ന് എഴുതാം, or V is equal to a constant R into I. R is known as the resistance of the conductor. That is resistance, the ability of a conductor to oppose electric current. Equation ഓർത്തിരിക്കുക, R is equal to V by I ആണ് equation. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതിന്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ട് ആണ്. I എന്ന് വെച്ചാൽ കറന്റ് ആണ്. കറന്റിന്റെ യൂണിറ്റ് നമുക്കറിയാം ആംപിയർ ആണ്. മനസ്സിലായല്ലോ? ഇനി ആവുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് പെർ ആംപിയർ എന്ന് പറയാം. അതിന്റെ അപ്പം അങ്ങനെ എഴുതുന്നതിന് പകരം വോൾട്ട് പെർ ആംപിയർ നമുക്ക് എഴുതാം. അത് അങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ SI യൂണിറ്റ് ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓം. കേട്ടോ, ഓം ആണ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. പ്രത്യേകം ഓർത്തോണം. ദാറ്റ് ഈസ് ദ ഓംസ് ലോ. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരിക്കുക. V is equal to IR എന്നാണ് ഇക്വേഷൻ. അതിൽ നമുക്ക് ആറിന്റെ ഇക്വേഷൻ എടുക്കാം. അതിൽ തന്നെ കറന്റിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. കേട്ടോ, കറന്റ് എങ്ങനെ വരും? I is equal to, ഇത് നമുക്ക് കറന്റ് ഇക്വേഷൻ എഴുതാലോ. കറന്റ് ഇക്വേഷൻ എങ്ങനെ വരും? I is equal to V by R എന്ന് എഴുതാം. I is equal to V by R എന്ന് എഴുതാം. വോൾട്ടേജ് ആണെങ്കിൽ V is equal to IR എന്ന് എഴുതാം. then റെസിസ്റ്റൻസ് ആണെങ്കിൽ R is equal to V by I എന്ന് എഴുതാം. മനസ്സിലായല്ലോ? that is the Ohm's law. അപ്പൊ നമ്മൾ ഓംസ് ലോ കണ്ടു. ഓംസ് ലോയിൽ R എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആന്ന് പറഞ്ഞു. R എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആന്ന് പറഞ്ഞു. R is the resistance of the conductor. ഇനി ഈ റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കുക. അതായത് R ആണ് റെസിസ്റ്റൻസ്, അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1/R എന്ന് പറയും. ഈ 1/Rനെ നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് ദ കണ്ടക്ടൻസ് എന്ന് പറയും. കേട്ടോ, കണ്ടക്ടൻസ് എന്ന് പറയും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ C വെച്ചിട്ടാണ്. കേട്ടോ, അപ്പൊ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, reciprocal of resistance is known as conductance. That is C is equal to 1/R. നമുക്ക് എഴുതാം C is equal to 1/R എന്ന് എഴുതാം, അല്ലെങ്കിൽ C is equal to I by V. അതെങ്ങനെയാണ് വന്നത്? നമുക്കറിയാം R എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? C is equal to I by R നമ്മൾ എഴുതി. R is equal to എന്താണ്? R is equal to V by I നമ്മൾ എഴുതിയായിരുന്നു അല്ലേ? അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ C is equal to 1 divided by ഈ ആറിന്, ഇവിടുത്തെ ആറിന് പകരം നമുക്ക് എന്ത് കൊടുത്തു? V by I എന്ന് കൊടുത്തു. V by I എന്ന് കൊടുത്തു. ഈ I മേലോട്ട് പോകും, therefore I by V എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. C is equal to I by V അല്ലെങ്കിൽ C is equal to 1/R. ക്ലിയർ ആയല്ലോ? അപ്പം reciprocal of resistance is known as conductance. ഇനി കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഉണ്ട്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആന്ന് പറഞ്ഞു ഇല്ലേ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/Ohm എന്ന് കൊടുക്കുക അല്ലെ? 1/Ohm എന്ന് കൊടുക്കുക. അപ്പൊ അത് മേലോട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? That is equal to ohm raised to -1 എന്ന് എഴുതാം. അപ്പം ohm raised to -1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ohm raised to -1, അല്ലെങ്കിൽ ഇത് വായിക്കും mho എന്നാ വായിക്കുന്നത് കേട്ടോ. ohm ഇത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ohm എന്നാണ് വായിക്കുന്നത്. ഇത് ohm എന്നാണ് വായിക്കുന്നത്. ohm raised to -1 എന്ന് പറഞ്ഞാൽ അത് mho എന്നാണ് കേട്ടോ. mho എന്നാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ സീമെൻസ് എന്ന് പറയും കേട്ടോ. സീമെൻസ്. അപ്പൊ ഇതെല്ലാം എന്താണ്? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ്. ക്ലിയർ? അപ്പൊ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് കണ്ടക്ടൻസ്. അപ്പൊ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടു. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു, കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. അതായത് ഇലക്ട്രിക് കറന്റിനെ ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ? ഒപ്പോസ് ഇല്ലേ? ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറന്റ്. ഒപ്പോസ് ദ കറന്റ് നമുക്ക് എഴുതാം. ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഇനി റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അതിന്റെ ഫാക്ടേഴ്സുകൾ നോക്കും. ഒന്ന്, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ആ കണ്ടക്ടർ ഉണ്ടല്ലോ, ആ കണ്ടക്ടർ ഏത് മെറ്റീരിയൽ ആണ് അതിനനുസരിച്ച് റെസിസ്റ്റൻസിന് വേരിയേഷൻ വരാം. അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ആ കണ്ടക്ടറിന്റെ ലെങ്തിന് പ്രൊപ്പോർഷണൽ ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കണ്ടക്ടറിന്റെ ഒരു L ആണ് ലെങ്ത് എങ്കിൽ, സ്മോൾ L നമ്മൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണ്. ആ ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അതായത് ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറയുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് അവിടെ കുറയും. മനസ്സിലല്ലോ? പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിന്റെ ഏരിയ ഉണ്ടായിരിക്കുമല്ലോ, ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഏരിയ കൂടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് അവിടെ കുറയും. അപ്പൊ ഏരിയ കുറയുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. മനസ്സിലാവുന്നല്ലോ? അപ്പം അത് ഓർത്തിരിക്കുക. പിന്നെ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിനനുസരിച്ചും അവിടെ നിന്നാണ് റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലെങ്തും അതുപോലെ തന്നെ ഏരിയയുമാണ്. മനസ്സിലായല്ലോ? അപ്പം
റെസിസ്റ്റൻസ് കൂടണമെങ്കിൽ ലെങ്ത് കൂട്ടണം, അല്ലെങ്കിൽ ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഏരിയ കൂടുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും, ഏരിയ കുറയുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? റെസിസ്റ്റൻസ് കൂടും. അപ്പൊ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സും ഇതാണ്, ലെങ്തും അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. എങ്ങനെയാണ്? പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറഞ്ഞു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു. അതായത് R പ്രൊപ്പോർഷണൽ ടു L എന്ന് എഴുതാം, അതുപോലെ തന്നെ R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് R പ്രൊപ്പോർഷണൽ ടു L ബൈ A എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, R പ്രൊപ്പോർഷണൽ ടു L ബൈ A. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മളിവിടെ മാറ്റുവാണ്, ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കും, അതാണ് എഴുതിയിരിക്കുന്നത്. That constant is known as the rho എന്നാണ് വായിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയും, rho into L by A. ഇത് വായിക്കുന്നത് റോ എന്നാണ് വായിക്കുന്നത് കേട്ടോ, ഇത് റോ എന്നാണ് വായിക്കുന്നത്. ആ റോ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ദാറ്റ് ഈസ് നോൺ ആസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ത് പേര് വരും? റെസിസ്റ്റിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ പറയും സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും കേട്ടോ, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും പറയും, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പം റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പം ഈ റെസിസ്റ്റിവിറ്റി എപ്പോഴാണ് റെസിസ്റ്റൻസിനോട് ഈക്വൽ ആവുന്നത് നോക്കാം. അതായത് ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്തിന്റെ വാല്യൂ ഇപ്പൊ 1 മീറ്റർ ആണെന്ന് വെച്ചാൽ ലെങ്ത് 1 മീറ്റർ, അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? R is equal to rho എന്ന് എഴുതാം, ഇല്ലേ? R is equal to rho എന്ന് എഴുതാം, മനസ്സിലാവുന്നുണ്ട്? R is equal to rho എന്ന് പറയാം. അപ്പം റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസിനോട് ഈക്വൽ ആവുന്നുണ്ട് എപ്പോഴാണ്? നോക്കാം. റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, അല്ലെ? റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ആ കണ്ടക്ടറിന്റെ ലെങ്ത് യൂണിറ്റ്, അതായത് 1 മീറ്ററും അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആവുകയാണെങ്കിൽ എങ്ങനെയാണ്? റെസിസ്റ്റിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. അപ്പൊ നമുക്ക് റെസിസ്റ്റിവിറ്റിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മനസ്സിലായല്ലോ. അപ്പം റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അത് റെസിസ്റ്റൻസിനോട് ഈക്വൽ ആവുന്നുണ്ട് എപ്പോഴാണ്? ലെങ്ത് യൂണിറ്റ് ലെങ്ത്, അതായത് 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആവുമ്പോൾ അത് ഈക്വൽ ആവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമ്മുടെ ഇക്വേഷൻ കണ്ടായിരുന്നു, R is equal to rho into L by A ആണ് നമ്മുടെ ഇക്വേഷൻ. അത് നമുക്ക് റോയുടെ ഇക്വേഷൻ എഴുതാമല്ലോ, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റോയിനെ അവിടെ നിർത്തിയേച്ച് R into A divided by L. അപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കിട്ടി, റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. റോ ഈസ് ഈക്വൽ ടു RA divided by L. R എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആണ്. A എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ ആണ്. ദെൻ L എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ്. ഏതൊക്കെയാണ് നമ്മൾ മെയിൻ രണ്ട് ഫാക്ടേഴ്സുകൾ? ഒന്ന് ലെങ്ത് കേട്ടോ, ഓർത്തിരിക്കട്ടെ, ലെങ്ത് ഒരു ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇത് രണ്ട് ഫാക്ടേഴ്സുകളാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ, ഓരോ മെറ്റീരിയൽ നേച്ചർ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സും ഏതൊക്കെയാണ്? ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. നമുക്ക് അതിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് കിട്ടി, ആ കോൺസ്റ്റന്റ് റെസിസ്റ്റിവിറ്റി എന്ന് പറയും. റെസിസ്റ്റിവിറ്റി റോ ആണ്. റോ ഈസ് ഈക്വൽ ടു RA divided by L. മനസ്സിലായല്ലോ. ഇനി ഈ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത് മീറ്റർ ആണ്. ഇതൊരു മീറ്റർ ഉണ്ട്, ഇതൊരു മീറ്റർ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ എന്തോരും? ഓം മീറ്റർ. അപ്പം ഓം മീറ്റർ ഇസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി കേട്ടോ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ഓം മീറ്റർ ആണ്. ഓം മീറ്റർ. ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ദെൻ ഓം മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ്? ആ ടെമ്പറേച്ചർ, ആ കണ്ടക്ടറിന്റെ നേച്ചർ. പല മെറ്റീരിയൽ ഉപയോഗിക്കും. ഇപ്പം കോപ്പർ ആവാം, അല്ലെങ്കിൽ അലൂമിനിയം ആവാം, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽ ഒക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പം ബ്രാസ് ആവാം, അയൺ ആവാം. അപ്പൊ അതനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റിക്കും അതുപോലെ തന്നെ റെസിസ്റ്റൻസിനും ഒക്കെ വ്യത്യാസം വരാം കേട്ടോ. അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഏരിയ ഓഫ് പൊസിഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ. അപ്പൊ അതിൽ നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ചു. ഇനി അപ്പൊ റെസിസ്റ്റിവിറ്റി കണ്ടു. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഏതാണ്? റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L എന്ന് പറഞ്ഞു റെസിസ്റ്റിവിറ്റി. ഇനി നമ്മൾ റെസിസ്റ്റൻസിന്റെ കേസിൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് കണ്ടു. അതുപോലെ തന്നെ ഇവിടെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് നോൺ ആസ് ദ കണ്ടക്ടിവിറ്റി. അതിനെ സിഗ്മ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സിഗ്മ വെച്ചിട്ടാണ് നമ്മൾ കണ്ടക്ടിവിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് നോൺ ആസ് കണ്ടക്ടിവിറ്റി. മനസ്സിലായോ? നമ്മൾ റെസിസ്റ്റൻസിന്റെ കേസിൽ പറഞ്ഞായിരുന്നു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് കണ്ടക്ടൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ദാറ്റ് ഈസ് നോൺ ആസ് ദ കണ്ടക്ടിവിറ്റി. അത് സിഗ്മ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ആ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമ്മൾ കണ്ടായിരുന്നു ഓമീറ്റർ ആയിരുന്നു. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓമീറ്റർ ആണ്. then അത് മേലോട്ട് പോകും ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1 വരും. അപ്പൊ യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഈസ് ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓം റേസ് ടു -1 നമ്മൾ മോ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ എഴുതാം, മോ മീറ്റർ റേസ് ടു -1 എന്ന് എഴുതാം, അല്ലെങ്കിൽ സീമൻ മീറ്റർ റേസ് ടു -1 എന്ന് എഴുതാം. അപ്പൊ ഓംസ് ലോയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓംസ് ലോ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടു. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറന്റ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു. ഓർ V is equal to R into I എന്ന് പറഞ്ഞു അല്ലെ? അല്ലെങ്കിൽ V is equal to I into R എന്ന് കണ്ടു. R എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. R is equal to V by I എന്നും കണ്ടു. അപ്പൊ R എന്ന് പറയുന്ന പേരെന്താണ്? റെസിസ്റ്റൻസ് അല്ലെ? R എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആണ്. അതിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടു, ഓം ആണ് അതിന്റെ യൂണിറ്റ് എന്ന് കണ്ടു. മനസ്സിലായല്ലോ? then പിന്നെ പഠിച്ചു എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് ആണ്. അതിന്റെ യൂണിറ്റ് ആണ് ഓം റേസ് ടു -1 ആണ്. പിന്നെ റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ് ഡിപെൻഡ്സ് ഓൺ ദ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് പൊസിഷൻ. therefore R is equal to rho into L by A എന്ന് കണ്ടു. റോയ്ക്ക് പറയുന്ന പേരെന്താണ്? റോ ഈസ് നോൺ ആസ് ദ റെസിസ്റ്റിവിറ്റി. റോയ്ക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയും കേട്ടോ. റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. therefore rho is equal to RA divided by L എന്ന് എഴുതി. അതിന്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. മനസ്സിലായല്ലോ? then റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിക്ക് നമ്മൾ ഒരു പേര് പറയും, കണ്ടക്ടിവിറ്റി ആണ്. അത് സിഗ്മ എന്ന് പറയും. then അതിന്റെ യൂണിറ്റ് ഏതാണ്? ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1. then ഇനി ഓംസ് ലോയുടെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ട് ഡയഗ്രം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോണം കേട്ടോ. ഇതൊരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. സെല്ലിന്റെ പോസിറ്റീവ് ഇതൊരു കീ ആണ്. കീയിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു അമീറ്റർ ആണ് കേട്ടോ. അമീറ്ററിന്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പിന്നെ എന്താണ്? ഒരു റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ട് മീറ്റർ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അമീറ്റർ എന്തിനു വേണ്ടിയാണ്? കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ? വോൾട്ട് മീറ്റർ എന്തിനു വേണ്ടിയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ? അപ്പൊ അമീറ്റർ എപ്പോഴും ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ എപ്പോഴും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതായത് റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. മനസ്സിലായല്ലോ? then അവിടുന്ന് പിന്നെ റിയോസ്റ്റാറ്റിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഇവിടെ ഫിഗർ കണ്ടാൽ മനസ്സിലായി. ഇതൊക്കെ നിങ്ങൾ ലാബിൽ ചെല്ലുമ്പോൾ കാണുന്നതാണ്. ഇത് റിയോസ്റ്റാറ്റ് ആണ് കേട്ടോ. റിയോസ്റ്റാറ്റിന് 3 ഹെഡ് ഉണ്ടാവും. താഴെ 2 ഹെഡ് ഉണ്ട്. അതുപോലെ തന്നെ റിയോസ്റ്റാറ്റിന് 3 നോബുകൾ ഉണ്ടായിരിക്കും. താഴെ 2 അതുപോലെ മേളുഭാഗത്തും. അപ്പൊ ഇവിടെ ഈ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് മേളുഭാഗത്തേക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ മേളുഭാഗത്തേക്ക് കൊടുക്കും. ബാക്കി ഒരു എൻഡ് ഇവിടെ ഈ ഒരു സൈഡിലുമാണ് കണക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു രീതിയിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം കേട്ടോ. ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ആവശ്യമില്ല. നിങ്ങളത് കാണാൻ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ ചെയ്യാനുള്ളതാണ്. കൃത്യമായിട്ട് തന്നെ വരച്ച് പഠിച്ചോളൂ കേട്ടോ. സെല്ലിന്റെ പോസിറ്റീവ് എന്നാണ് എല്ലാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വരുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് പഠിച്ചോണം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓരോ കറന്റ് അമീറ്ററിൽ നമ്മൾ ഓരോ കറന്റ് റീഡിംഗ് വെക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് വിയുടെയും ഐയുടെയും വാല്യൂ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടില്ലേ? ആ റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ വാല്യൂസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കും. ഇപ്പം ഐ നമ്മൾ എടുക്കുന്നത് എക്സ് ആക്സിസിലാണ് കറണ്ട് എടുക്കുന്നത്, വോൾട്ടേജ് എടുക്കുന്നത് വൈ ആക്സിസിലുമാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒറിജിനിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കറന്റ് വോൾട്ടേജ് ഗ്രാഫ് അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണ്?
ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ്. ഇങ്ങനെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അത് ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓംസ് ലോ അവിടെ ഒബേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്രാഫ്. അപ്പൊ ഗ്രാഫ് കണക്റ്റിംഗ് കറന്റ് ആൻഡ് വോൾട്ടേജ് ഫോർ സബ്സ്റ്റൻസ് വിച്ച് ഒബേ ഓംസ് ലോ. ഓംസ് ലോ ഒബേ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതായത് കറണ്ട് അനുസരിച്ചിട്ട് വോൾട്ടേജ് അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കൂടും, കറണ്ട് കുറയുവാണെങ്കിൽ വോൾട്ടേജ് കുറയും. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അത് ഓംസിൽ ഒബേ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. നമുക്ക് ഈ ഗ്രാഫും വരയ്ക്കാനുണ്ട് കേട്ടോ. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ വാല്യൂ എടുത്തിട്ട് VI ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് എടുക്കും. സ്ലോപ്പ് കേട്ടോ. സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് y/x ആണല്ലോ അല്ലെ. അപ്പം AB, y എന്ന് പറയുന്നത് AB ആണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എടുക്കുമല്ലേ, AB ഡിവൈഡ് ബൈ CB എന്ന് വരും, അല്ലെങ്കിൽ BC എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, y ആക്സിസിൽ എന്താണ്, വോൾട്ടേജ് ആണ് അല്ലെ. X ആക്സിൽ എന്താണ്, കറന്റ് ആണ്. അപ്പം V/R എന്ന് കിട്ടും. അപ്പൊ V/R ചെയ്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്, റെസിസ്റ്റൻസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് ഗ്രാഫിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. അതുപോലെ നമ്മൾ ഓരോ കറണ്ടിന്റെ വാല്യൂ വെക്കും. കറണ്ട് ആദ്യമേ വെക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് കിട്ടും. ദെൻ അടുത്ത കറണ്ട് വെക്കും, അടുത്ത വോൾട്ടേജ് കിട്ടും. അപ്പം പിന്നെ ചെയ്യുമ്പോൾ അതായത് V/I നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ്, ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ആ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് ഗ്രാഫിൽ നിന്നും കിട്ടുന്നത് കേട്ടോ. അപ്പം സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് ഗീവ്സ് റെസിസ്റ്റൻസ് കേട്ടോ. VI ഗ്രാഫിന്റെ സ്ലോപ്പിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രാക്ടിക്കലിന് ചെയ്യാനുള്ളതാണ്. സർക്യൂട്ട് ഡയഗ്രാം അതുപോലെ തന്നെ ഗ്രാഫും വരയ്ക്കാം. അതുപോലെ തന്നെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് കിട്ടും, കണ്ടക്ടൻസ് കിട്ടും. അതോടെ കൃത്യമായിട്ട് ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് നമുക്ക് വാല്യൂ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ഗ്രാഫും വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ഈ സർക്യൂട്ട് ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പ്രാക്ടിക്കലിനും ആവശ്യമുള്ളതാണ്, തിയറിക്കും ആവശ്യമുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ചോളുക. Then next is the ohmic conductor ആണ് നോൺ ഓമിക് കണ്ടക്ടർ. അതായത് ഓമിക് കണ്ടക്ടർ എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടർ ഓംസ് ലോ ഒബേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടക്ടേഴ്സിന് നമുക്ക് എന്ത് പറയാം, ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. മെറ്റൽസ് ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. മെറ്റൽസ് എക്സാമ്പിൾ ആണ്. അപ്പം VI ഗ്രാഫ് ഫോർ ഓമിക് കണ്ടക്ടർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോൺ ഓമിക് കണ്ടക്ടർ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല കേട്ടോ. അത് ഗ്രാഫ് ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പം അത് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല കേട്ടോ. അത് നോൺ ഓമിക് കണ്ടക്ടർ ആണ്. ഡയോഡ് അതുപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇലക്ട്രോലൈറ്റ്സ്, ഇതൊക്കെ എന്താണ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. ഡയോഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് 12th തന്നെ പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഓമിക് കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒബേ ഓംസ് ലോ, നോൺ ഓമിക് ആണെന്നുണ്ടെങ്കിൽ ഡസ് നോട്ട് ഒബേ ഓംസ് ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഇലക്ട്രിക്കൽ എനർജി അതുപോലെ തന്നെ പവറുമാണ്. 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്കൊന്നുകൂടെ നോക്കാം. ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നു, ഇവിടെ ഒരു കണ്ടക്ടർ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ചാർജ് ഫ്ലോ ചെയ്യുന്നു, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം ആ ഒരു ചാർജിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി ഈ സെൽ അവിടെ ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വർക്കിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വർക്ക് W = Q × V നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. അതായത് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇതിന്റെ ഒരു എൻഡില് ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇവിടെ ഒരു പൊട്ടൻഷ്യലും ഉണ്ട്. അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു ചാർജിനെ ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള വർക്കാണ് W = Q × V. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, I × T ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് W = VI × T എന്ന് എഴുതി. അപ്പൊ ഇവിടെ ഒരു വർക്ക് ചെയ്യേണ്ടതാണ്. Q ചാർജിനെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് മൂവ് ചെയ്യാൻ എന്താ അവിടെ ഒരു സെൽ അവിടെ ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ സെല്ല് ഈ ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ആ വർക്ക് എന്താണ്, അവിടുത്തെ ഇലക്ട്രിക്കൽ എനർജി ആണ്. അതായത് ഈ സെല്ല് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് ആ വർക്ക് അവിടെ കൺവേർട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, എനർജി = VI × T നമുക്ക് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ എന്താണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് റാൻഡം ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി കൂടും. അതനുസരിച്ച് കൊളൈഡ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ എനർജി അവിടെ ഉണ്ടാവുകയാണ്. അതായത് ഹീറ്റ് എനർജി, ആറ്റംസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ എനർജി, അവിടെ ഉണ്ടാകുന്ന എനർജി എന്താണ്, വർക്ക് എനർജി ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന എനർജി ഏതാണ്, ഹീറ്റ് എനർജി തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ അവിടുത്തെ എനർജി എന്തായിട്ട് ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ആയിട്ട് ആ കണ്ടക്ടറിലേക്ക് ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കുറച്ച് സമയം ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ ഹീറ്റ് അവിടെ ഉണ്ടാകും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചൂടാവുന്നുണ്ട്. അപ്പൊ എന്താണ്, അവിടുത്തെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, റാൻഡം ആയിട്ട് മൂവ് ചെയ്ത് അതിനാണ് കൈനറ്റിക് എനർജി ഉണ്ടാകുന്നുണ്ട്. അതും കൊളൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ആറ്റംസ് എങ്ങനെയാണ് കൂടുതലായിട്ട് മൂവ് ചെയ്ത് അവിടെ കൊളൈഡ് ചെയ്ത് എന്തുണ്ടാവുന്നുണ്ട്, അവിടെ ആ കണ്ടക്ടർ ഹീറ്റ് എനർജി അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടുത്തെ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, ആ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവിടുത്തെ ഹീറ്റ് എനർജി ആണ്. അപ്പം എനർജിയുടെ ഇക്വേഷൻ പഠിച്ചു, E is equal to V into I into T എന്ന് പഠിച്ചു. ഇത് നമ്മള് ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് കേട്ടോ. അപ്പൊ ഇലക്ട്രിക് എനർജി E is equal to VIT. അപ്പൊ ഇലക്ട്രിക് എനർജി E is equal to VIT. ഇവിടുത്തെ ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഹീറ്റ് എനർജി ആണ്. അതായത് H is equal to VIT എന്നൊരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ, പഠിച്ചത് 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ജൂൾസ് ലോയുടെ ഭാഗമായിട്ട്. അപ്പം അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടുത്തെ എനർജി ആയിട്ട് നമ്മൾ ഇവിടെ എഴുതിയെന്നുള്ളൂ. എനർജി E is equal to VIT. ക്ലിയർ ആയല്ലോ? അപ്പം ഇലക്ട്രിക് എനർജിയുടെ ഇക്വേഷൻ കണ്ടു. ഇലക്ട്രിക് എനർജി E is equal to VIT, അല്ലെങ്കിൽ നമുക്ക് എഴുതാം H is equal to VIT നമുക്ക് എഴുതാം. നമ്മൾ മറ്റ് രണ്ട് ഇക്വേഷൻ ഓംസ് ലോ അപ്ലൈ ചെയ്ത് മറ്റ് ഇക്വേഷൻ കൂടെ എനർജിയുടെ മറ്റ് രണ്ട് ഇക്വേഷൻ കൂടെ കണ്ടുപിടിക്കുകയാണ്. V is equal to I into R ആണ് ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് എനർജിയുടെ ഇക്വേഷൻ E is equal to VIT നമുക്കറിയാം. അവിടെ V യുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. IR into പിന്നെ I into T എന്ന് വന്നു. അപ്പോൾ എന്ത് വരും, I square RT. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എനർജി ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ H is equal to I square RT എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എനർജിയുടെ മറ്റൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ V is equal to IR. ഇനി I യുടെ ടേംസിലേക്ക് ഇക്വേഷൻ മാറ്റുവാണ്. ഇവിടെ ഈ E is equal to VIT ആണ്. അതിലെ ഈ I ഉണ്ടല്ലോ, ഈ I യുടെ സ്ഥാനത്ത് നമ്മൾ V by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, E is equal to V square by R into T. ഇത് നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ്. H is equal to ഇങ്ങനെയാണ് V square by R into T. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മനസ്സിലായല്ലോ. അപ്പൊ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് എനർജി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഹീറ്റ്, അത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അവിടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് അവിടെ ഹീറ്റ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതായത് ഹീറ്റ് എനർജി ആയിട്ടാണ് അത് ഡെസിപ്പേറ്റ് ചെയ്യുന്നത് ആ എനർജി. അപ്പോൾ എനർജിയുടെ 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഏതൊക്കെയാണ് എനർജിയുടെ 3 ഇക്വേഷൻ? E is equal to VIT. E is equal to VIT എന്ന് കിട്ടി. E is equal to I square RT എന്ന് കിട്ടി. That also is equal to V square by R into T. മനസ്സിലായല്ലോ? അപ്പം ഇലക്ട്രിക് എനർജിയുടെ 3 ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ നമ്മൾ ഇലക്ട്രിക് എനർജി എന്താന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കാം പവർ എന്താന്നുള്ളത്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി ഡെസിപ്പേറ്റഡ് പെർ യൂണിറ്റ് ടൈം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പവർ ഇസ് ദ എനർജി ഡെസിപ്പേറ്റഡ് പെർ യൂണിറ്റ് ടൈം. അപ്പൊ നമുക്ക് പവർ P is equal to E by T നമുക്ക് എഴുതാം. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനർജിയുടെ ഇക്വേഷൻ കിട്ടി. 3 ഇക്വേഷൻ നമ്മൾ കിട്ടിയായിരുന്നു. VIT എന്ന് കിട്ടി, V square by R into T എന്ന് കിട്ടി, I square into RT എന്ന് നമുക്ക് കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ പവറിന്റെ ഇക്വേഷൻ ഏതാണ്, E by T ആണ്. അപ്പൊ ആദ്യത്തെ ഐയുടെ വാല്യൂ VIT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ പവർ P is equal to V into I എന്ന് കിട്ടി. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ V square by R into T, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പവറിന്റെ ഇക്വേഷൻ കിട്ടി. P is equal to V square by R എന്ന് കിട്ടി. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇക്വേഷൻ I square RT, എനർജിയുടെ ഇക്വേഷൻ കണ്ടു. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പവറിന്റെ പവറിൽ ഇയുടെ സ്ഥാനത്ത് നമ്മൾ I square RT കൊടുത്തു. ദെൻ ഡിവൈഡ് ബൈ T കൊടുത്തു. T ക്യാൻസൽ ആയിപ്പോൾ therefore P is equal to I into R. അപ്പം പവറിന്റെ 3 ഇക്വേഷൻ കിട്ടി. പവർ P is equal to V into I, that also is equal to V square by R, that also is equal to I square into R. ക്ലിയർ ആയല്ലോ? ഇത് നമ്മളില്ല 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. ജൂൾസിന്റെ ഭാഗമായിട്ട് പഠിച്ചതാണ്. അപ്പം ഇലക്ട്രിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടി, 3 ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എന്തും കിട്ടി, പവറിന്റെ 3 ഇക്വേഷൻ കിട്ടി. ഇലക്ട്രിക് എനർജിയുടെ 3 ഇക്വേഷനും ഓർത്തിരിക്കുക കേട്ടോ. E is equal to VIT ആണ്. അതുപോലെ തന്നെ E is equal to V square by R into T ആണ്. അതുപോലെ തന്നെ E is equal to I square RT ആണ്. അതുപോലെ തന്നെ പവറിന്റെ ഇക്വേഷൻ കിട്ടി. P is equal to V into I. T കളഞ്ഞു കഴിഞ്ഞാൽ പവറിന്റെ ഇക്വേഷൻ ആയിട്ട് എനർജിയുടെ ഇക്വേഷനിലെ T എല്ലാത്തിനും T കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പവറിന്റെ ഇക്വേഷൻ കിട്ടും. പവർ P is equal to V into I, V square by R, അതുപോലെ തന്നെ I. Then what is the unit of power? വാട്ട് ആണ് കേട്ടോ. വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ, ഇലക്ട്രിക് എനർജി ആൻഡ് പവർ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് 3ാമത്തെ ചാപ്റ്റർ ആയ കറന്റ് ഇലക്ട്രിസിറ്റിയുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളാണ്. അതായത് ഓംസ് ലോയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജിയും പവറും ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി ടോപ്പിക്കുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.